ഹേമചന്ദ്രൻ കൊലക്കേസിൽ പ്രധാന പ്രതി നൌഷാദിന്റെ സഹായി അറസ്റ്റിൽ. ബത്തേരിയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, കേസിൽ കൂടുതൽ ചുരുളഴിയുന്നു. ഹേമചന്ദ്രൻ കൊലക്കേസിൽ പ്രധാന പ്രതി നൌഷാദിന്റെ സഹായി കൂടി അറസ്റ്റിലാകുന്നു. ബത്തേരിയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദ്യം കുറ്റം സമ്മതിക്കാത്ത പ്രതി പിന്നീട് താനാണ് കൊന്നത് എന്ന് സമ്മതിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, ഈ കേസിൽ കൂടുതൽ ചുരുളഴിയുന്നു. കൃഷ്ണരാജ്, അതായത് ഹേമചന്ദ്രൻ കൊലക്കേസിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബത്തേരിയിൽ വെച്ച് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് ഈ കേസിലെ പ്രധാന പ്രതിയായ നൌഷാദ് ഈ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ച ഈ സഹായിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇയാളെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മൃതദേഹം കുഴിച്ചിടാൻ വേണ്ടി ഈ നൌഷാദിനെ സഹായിച്ച ആളാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചുരുളഴിയാൻ ഇത് വഴിവെക്കും എന്നുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതേസമയം ഈ കൃത്യത്തിൽ ഗൂഢാലോചന നടത്തിയ ഈ കൃത്യം ചെയ്ത നൌഷാദ് ഇപ്പോഴും വിദേശത്ത് തുടരുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അതുവരെ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരത്തിൽ കൊലപ്പെടുത്തിയില്ല, ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു, അതായത് ഈ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു, മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് പോലീസ് പറഞ്ഞതിന് നേരെ വിപരീത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നൌഷാദ് തന്നെ നവമാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരുന്നു. പക്ഷെ അപ്പോഴും പോലീസ് കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്ഷമുണ്ട്. ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ കേസ് ആദ്യം മുതൽ തന്നെ, അതായത് 1.5 വർഷം മുൻപുണ്ടായിട്ടുള്ള ഒരു തിരോധാന കേസ് വെറുമൊരു തിരോധാന കേസ് മാത്രമായി ഒതുങ്ങിപ്പോകാവുന്ന കേസാണ്. പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ 1.5 വർഷത്തിന് ശേഷം തെളിയുന്നത് ആ കേസിലാണ്. ഇപ്പോൾ 1-ാം പ്രതി വിദേശത്താണുള്ളത്. ആ പ്രതി തന്നെ ഇത്തരത്തിൽ താൻ കൊലപ്പെടുത്തിയിട്ടില്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തിൽ, ഈ തിരോധാന കേസിൽ മറ്റൊരു ട്വിസ്റ്റാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടത്തിലെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. അങ്ങനെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്തായിരുന്നു യഥാർത്ഥ മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കൃത്യമായി പോലീസ് ശേഖരിച്ചിരിക്കുന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായി ചെയ്ത കൊലപാതകം. ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് നൌഷാദ് എന്ന് പറയുന്ന ആളാണ്. സാമ്പത്തികമായിട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി. ഹേമേന്ദ്രൻ കൊലക്കേസിൽ പ്രധാന പ്രതിയുടെ സഹായിയും അറസ്റ്റിലാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.